പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 92ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യാൻ നമ്മുടെ ദൈവ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ബെൻസ് തോമസ് ആണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നുമാണ്. കൊല്ലം ജില്ലയിലുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റ് ഫെലോഷിപ്പ് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞാൻ വലിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. അതിപരിശുദ്ധ നാമം ഈ രാത്രിയുടെ സമയം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്ക് നൽകിയ വലിയ കൃപയോർത്ത ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കൂടിവരവിന് നേതൃത്വം നൽകുന്ന പ്രിയമക്കൾ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന അഭിഷക്തന്മാർ, സഹോദരന്മാർ, എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. എൻ്റെ വൈഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു സിസ്റ്ററുടെ മാതാവ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. അവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ മുമ്പിലുള്ള സമയം വളരെ പരിമിതമാണ്. അപ്പോൾ ആ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ലഭിച്ചിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് ദൈവകൽപ്പനയാകിയാൽ വചനത്തിലേക്ക് കടക്കുകയാണ്. ഒരുമിച്ചുള്ള അല്പസമയത്തെ ചെറിയ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-9 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-9 വാക്യം. വായിച്ച് സഹായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് സ്ത്രീ തനിക്ക് 10 വെള്ളി നാണയങ്ങൾ ഉണ്ടായിട്ട് ഒരു നാണയം നഷ്ടമാകുന്നുവെങ്കിൽ വിളക്ക് കത്തിക്കുകയും വീട് അടിച്ചു വാരുകയും അത് കണ്ടെത്തും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യും. അത് കണ്ടെത്തുമ്പോഴോ എന്നോടൊപ്പം സന്തോഷിക്കുകയും എനിക്ക് നഷ്ടമായ നാണയം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്നേഹിതന്മാരെയും അയൽക്കാരത്തുകളെയും അവൾ വിളിച്ച് കൂട്ടുന്നു. എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ചെറിയ വേദഭാഗമാണ്. പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ക്രിസ്ത്യാനികളുടെ ഇടയിലും അല്ലാത്തടത്തും വളരെ പരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ്. യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള 3 ശ്രദ്ധേയമായിട്ടുള്ള ഉപമകൾ ഈ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, കാണാതെ പോയ മകൻ എന്നിങ്ങനെ ഈ 3 ഉപമകൾ കൊണ്ട് ഈ അധ്യായം വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള, മെസ്സേജുകൾ കേട്ടിട്ടുള്ള ഒരു ചെറിയ വേദഭാഗമാണ്. ഇവിടെ 2 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. 10 നാണയങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, ആ നാണയം, അതിൽ നിന്ന് ഒരു നാണയം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയത് താൻ തിരിച്ചറിഞ്ഞിട്ട് താൻ വിളക്ക് കത്തിച്ച് ചൂലെടുത്ത് വീട് അടിച്ചു വാരി വളരെ സൂക്ഷ്മത്തോടെ അത് കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുന്നു. കണ്ടു കിട്ടിക്കഴിയുമ്പോൾ അവൾ അയൽക്കാരത്തികളെയും സ്നേഹിതന്മാരെയും ഒക്കെ വിളിച്ചിട്ട് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ നാണയം താൻ തന്നെ സൂക്ഷ്മത്തോടെ അന്വേഷിച്ച് കണ്ടെത്തിയത് നിമിത്തം സന്തോഷിക്കുന്ന ഒരു അനുഭവം ഇതിന്റെ 2-ാം ഭാഗത്തുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ ഉപമയിൽ അങ്ങനെ ഈ 2 വാക്യങ്ങളിൽ കർത്താവ് ഈ ഉപമ അവസാനിപ്പിക്കുകയാണ്. 2 വാക്യങ്ങൾ കൊണ്ട് ആ ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഉപമയിൽ നിങ്ങൾ സൂക്ഷ്മത്തോടെ പരിശോധിച്ചാൽ 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്, അല്ലെ? 10 നാണയങ്ങളുണ്ട്, ഒരു വിളക്കുണ്ട്, ഒരു ചൂലുണ്ട്. പിന്നെയുള്ളത്
അതിന്റെ ഉടമസ്ഥയായിട്ടുള്ള ഒരു സഹോദരിയാണ്. അപ്പോ ഇവിടെ നഷ്ടത്തിന്റെ കഥയാ പറയുന്നത്, നഷ്ടത്തിന്റെ കണക്കാ പറയുന്നത് അല്ലെ. നഷ്ടം എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് നമ്മുടെ ബാലൻസ് ഒക്കെ തെറ്റിക്കുന്ന സംഭവമാണ് അല്ലെ. നമ്മള് വളരെ ആഗ്രഹത്തോടെയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ വളരെ പ്രത്യേക ഉദ്ദേശത്തോടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, പ്രത്യേക താല്പര്യത്തോടെയും പ്രത്യേക ആഗ്രഹത്തോടെയും ലക്ഷ്യബോധത്തോടെയൊക്കെ പലത് കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന് ഭവിക്കുന്ന നഷ്ടങ്ങൾ പലപ്പോഴും നമ്മുടെ ബാലൻസ് തെറ്റിച്ച് കളയും, നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വേദപുസ്തകത്തിൽ നിന്നും തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഏലി പുരോഹിതൻ അല്ലെ. ഏലി പുരോഹിതൻ താൻ വീഴുകയിൽ, ആ വീഴ്ചയിൽ അദ്ദേഹം ബാലൻസ് തെറ്റി അദ്ദേഹം വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിത അവസാനം സംബന്ധിച്ച ശമൂവേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ വീഴ്ച പലപ്പോഴും നമ്മുടെ നഷ്ടം നമ്മുടെ ബാലൻസ് തെറ്റിക്കും. ആ നഷ്ടം, ആ ബാലൻസ് തെറ്റുന്നത് നിമിത്തം നമ്മൾ വീഴും അല്ലേ. ആ വീഴ്ച ചിലപ്പോൾ നമ്മളെ പലതരത്തിലുള്ള പെർമനന്റ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിലേക്ക് കൊണ്ടെത്തിക്കും. ഒരിക്കലും പരിഹരിക്കാൻ നമ്മൾ പറ്റത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ നാം സ്വീകരിച്ചിട്ടുള്ള, അങ്ങനെ വിശ്വസിച്ചിട്ടുള്ള, അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വീഴ്ചകൾ നമ്മെ കൊണ്ടെത്തിക്കും, നഷ്ടങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കും. പ്രൈസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ശാന്തമായിട്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളോട് ശക്തമായിട്ട് ഇടപെടും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ റിസ്റ്റോറേഷൻ പവറിനെ, അതായത് യഥാസ്ഥാനപ്പെടുത്താനുള്ള ദൈവത്തിന്റെ ശക്തിയെ വളരെ ആഴത്തിൽ വിവരിച്ചു പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഈ വായിച്ച 2 വാക്യം. നമ്മള് പലപ്പോഴും ഇവിടെ 3 സാധ്യതകളാണ് ഉള്ളത് അല്ലെ. ഒരു നാണയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ച്, ആ സ്ത്രീയുടെ സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും സങ്കല്പിച്ചു കഴിഞ്ഞാൽ 3 സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. 3 സാധ്യതകൾ. ഇതിൽ ഒന്നാമത്തേത്, എന്റെ കയ്യിലുണ്ടായിരുന്ന ഈ 10 എണ്ണത്തിൽ 1 നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ അറിയുന്നില്ല. I don't know that I lost something. എനിക്ക് ഈ നഷ്ടം എനിക്ക് ഭവിച്ചു എന്ന് ഞാൻ അറിയുന്നില്ല. അതൊരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം, ഞാൻ എന്നോട് തന്നെ പറയുകയും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുകയാണ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എനിക്ക് ഒരിക്കലും തിരികെ ലഭിക്കത്തില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ബാക്ക് വാട്ട് ഐ ലോസ്റ്റ്. എനിക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ഈ നഷ്ടം ഇതെനിക്ക് ഒരിക്കലും തിരികെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷെ മറ്റൊരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതെനിക്ക് പേഴ്സണലി എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ഭാരമായിരിക്കും, ഒരു നഷ്ടബോധമായിരിക്കും. പക്ഷെ എൻ്റെ ബോധ്യം എന്ന് പറയുന്നത്, ആ നഷ്ടബോധത്തിനകത്ത് എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് ഇതൊരിക്കലും എനിക്ക് തിരികെ കിട്ടാനായിട്ട് പോകുന്നില്ല. മൂന്നാമത് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഈ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഞാൻ അത്ര ബോധേഡ് അല്ല, ഞാൻ അതിനെക്കുറിച്ച് അതിനത്ര വില കൽപ്പിക്കുന്നില്ല. കാരണം ഈ നഷ്ടപ്പെട്ടു പോയതിന് വലിയ വിലയൊന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നഷ്ടപ്പെട്ടു പോയതിന് ഞാൻ വില കൊടുത്തിട്ടില്ല. അതിന്റെ വാല്യൂവിനെ കുറിച്ച്, അതിന്റെ മൂല്യത്തെ കുറിച്ച് എനിക്ക് വലിയ ബോധ്യമില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് കെയർ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഈ നഷ്ടപ്പെട്ടു പോയത് ഇറ്റ്സ് എ പെർമനന്റ് ലോസ്. ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ബാക്ക് വാട്ട് ഐ ലോസ്റ്റ്. ഞാൻ ഈ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് ഒരിക്കലും തിരികെ ലഭിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ആ നഷ്ടത്തോട് ഞാനിങ്ങ് പൊരുത്തപ്പെട്ടു. ഐ എം അഡ്ജസ്റ്റഡ് ഓൾറെഡി. സോ അങ്ങനെ ഒരു പൊരുത്തപ്പെട്ട അനുഭവത്തിലാണുള്ളത്. സോ അതുകൊണ്ട് ഇനി അതിനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു നഷ്ടം വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടേയില്ല. എനിക്കിങ്ങനെ ഒരു നഷ്ടം വന്നിട്ടുണ്ടെന്ന്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിന്ന് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ഇങ്ങനെ ഒരു 3 സാധ്യതകളാണ് ഈ ഉപമ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഈ സാധ്യതകളെല്ലാം കൂടി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് 2 ഈ ഉപമയുടെ ആപ്ലിക്കേഷനുകളിലാണ്. 2 ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ സമയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ട്. ഒന്ന് ഈ നഷ്ടപ്പെട്ടു പോയ നാണയം എന്ന് പറയുന്നത് അത് ഞാൻ തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയ നാണയം
ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ, അങ്ങനെ ഒരവസ്ഥ. രണ്ടാമത്തത്, ഈ നഷ്ടപ്പെട്ടു പോയത് എനിക്കാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്ന്, ആദ്യത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയത് ഞാനാണ്, ഞാൻ നഷ്ടപ്പെട്ടു പോയ സാഹചര്യം. രണ്ടാമത്തേത്, നഷ്ടപ്പെട്ടു പോയത് എനിക്കാണ്. ഈ രണ്ട് സാധ്യതകളിൽ നിന്നുകൊണ്ട് ഈ ഉപമ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ നഷ്ടം എന്തുവായിരിക്കും ഈ നഷ്ടം എന്ന് പറയുന്നത്? എന്തുവാ ഈ നാണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാകാം? അത് സമയമാകാം, അതൊരു സാധ്യതയാകാം, അതൊരു സ്ഥലമാകാം, അത് നമ്മുടെ കൈവശമുണ്ടായിരുന്ന വിലപിടിപ്പുള്ള എന്തെങ്കിലും ആകാം. അത് ഭൗതിക തലത്തിലാകാം, ആത്മീക തലത്തിലാകാം. അപ്പോൾ ഈ നഷ്ടം എന്ന് പറയുന്നത് അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കെന്നാ ഈ നഷ്ടം, എനിക്ക് സംഭവിച്ച നഷ്ടം എന്താണ്? ഇന്ന് രാത്രി എനിക്ക് മാത്രം അറിയാവുന്ന, മറ്റൊരാൾക്ക് അറിയാൻ പാടില്ലാത്ത, എന്നാൽ എനിക്ക് വളരെ വളരെ സുഗ്രാഹ്യമായിട്ടുള്ള, വളരെ വ്യക്തമായിട്ട് തിരിച്ചറിവുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്ന് രാത്രി ഈ ദൈവവചനം നിങ്ങൾ കേൾക്കാനായിട്ട്. നഷ്ടപ്പെട്ടു പോയത് എനിക്കാണ്, നഷ്ടപ്പെട്ടു പോയത് ഞാനാണ്. ഈ രണ്ട് സാധ്യതകളാണ് ഈ ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ സാധ്യതയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്തോത്രം, നഷ്ടപ്പെട്ടു പോയത് ഞാനാണെങ്കിൽ, ഞാൻ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ തന്നെ കിടക്കേണ്ടവനോ കിടക്കേണ്ടവളോ ആയിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് ആ സാഹചര്യത്തിലല്ല ഉള്ളത്. കാരണം എനിക്ക് ഒരു വാല്യൂ ഉണ്ട്, എനിക്ക് ഒരു വിലയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്ന്, എന്നെ ഒന്നിനും കൊള്ളത്തിലാണുള്ളത്, എന്നെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല. അപ്പം നമ്മൾക്ക് മറ്റുള്ളവരാണ് വില തരേണ്ടത് എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായി ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത്, അല്ലെ? അപ്പം ഞാനാണ് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും ഒരു മടങ്ങി വരവ് സാധ്യമല്ല എന്ന് കരുതിയിരുന്ന സ്ഥലത്താണ് സ്തോത്രം, എന്റെ വില എനിക്ക് മനസ്സിലാക്കി തരുന്ന നിലയിൽ ഒരുവൻ എന്നെ തേടി വന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് വിലയില്ലായിരുന്നെങ്കിൽ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മരിക്കത്തില്ലായിരുന്നു. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് തന്റെ ജീവൻ കൊടുത്ത് എന്നെ വീണ്ടെടുക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു പ്രത്യേകത എന്നിൽ ഉണ്ടായിരുന്നിട്ടാണ് എനിക്ക് വേണ്ടി മരിക്കാൻ ക്രിസ്തു തയ്യാറായത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എനിക്ക് വേണ്ടി മരിക്കാൻ ഈ ഗ്രൂപ്പിൽ ആരും ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്റെ പ്രത്യേകതകളെ കുറിച്ചോ, എന്റെ കഴിവുകളെ കുറിച്ചോ, എന്റെ വിലയെ കുറിച്ചോ ഇവിടെ ഇരിക്കുന്ന എന്റെ ഭാര്യ ഒഴികെയുള്ള ആർക്കും വലിയ ധാരണ ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ ആ ധാരണയുടെ മുഖത്ത് ഞാൻ നഷ്ടപ്പെട്ടു പോയ ഒരുവനോ ഒരുവളോ ആയിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി സ്തോത്രം, എന്റെ ധാരണയെ തിരുത്തിക്കൊണ്ട് എന്നെ റീസ്റ്റോർ ചെയ്യുവാനായിട്ട്, എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട്, എന്നെ ആ നഷ്ടപ്പെട്ടു പോയ ഏത് അവസ്ഥയിൽ നിന്നാണോ ഞാൻ നഷ്ടപ്പെട്ടു പോയത് ആ അവസ്ഥയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അപ്പം നമ്മൾ ഒരിക്കലും, എന്നെ കേൾക്കുന്ന ആരും, ഈ ഗ്രൂപ്പിൽ എന്നെ കേൾക്കുന്ന ആരും, അല്ലെങ്കിൽ നാളെ ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കുന്ന ആരും ഒരിക്കലും ചിന്തിക്കരുത്, ഒരിക്കലും ധരിക്കരുത് എനിക്കൊരു വിലയില്ല, എനിക്കൊരു മൂല്യമില്ലെന്ന് ആരും ധരിക്കരുത്, ആരും ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ വില, സ്തോത്രം, നിങ്ങളെ വിലയേറിയവനും മാന്യനുമായിട്ട് അംഗീകരിക്കുന്ന, കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സ്തോത്രം നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനുമായി സ്തോത്രം, ഹല്ലേലൂയ, അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമാകുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് എനിക്ക് വീണ്ടെടുപ്പ് സാധ്യമായി വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളൊരു നാണയമായിരുന്നു. നിങ്ങൾ പക്ഷെ എവിടുന്നോ വീണുപോയി. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ വീണു പോയതിന്റെ കാരണം നിങ്ങളാണോ? ഒരിക്കലല്ല. ഒരിക്കലും നിങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന 10 നാണയം കയ്യിലെടുത്തിട്ട് നിങ്ങൾ അത് കയ്യിൽ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുമ്പോൾ അതിലൊരു നാണയം താഴെ വീണ് കഴിഞ്ഞാൽ ആ നാണയമാണോ ആ വീഴ്ചയുടെ ഉത്തരവാദി?
ഒരിക്കലുമല്ല. ആമേൻ, അത് പിടിച്ചിരുന്ന കൈകളായിരുന്നു അല്ലെ. ആ കൈകൾ ആമേൻ എന്ത് ചെയ്തു? ആ കൈകളിൽ നിന്ന് ആ നാണയം താഴെ വീണു. അതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്നാണ്, നമ്മുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ താഴെ പോയെന്നാ പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ ഒരു നാണയം എന്ന നിലയിൽ ഞാൻ വീണു പോയത് എന്റെ കുഴപ്പമല്ല. പക്ഷേ ഞാൻ വീണെങ്കിലും ഇപ്പോഴും ഞാൻ നിലത്ത് കിടക്കുകയല്ല ചെയ്തു. കാരണം ആ നിലവും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇരിക്കേണ്ട മറ്റൊരു സ്ഥാനത്തായിരുന്നു, മറ്റൊരു കൈകളിലായിരുന്നു. വളരെ സൂക്ഷ്മതയേറിയ, വളരെ വിലയേറിയ, മാന്യതയുള്ള ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടുന്ന ഞാൻ എന്റെ കുറ്റം കൊണ്ടല്ല, പക്ഷെ ഞാൻ വീണുപോയി. പക്ഷെ വീണുപോയ ഞാൻ ഇപ്പോ ആ വീണ സ്ഥലത്തല്ല കിടക്കുന്നത്. കാരണം എനിക്കൊരു വിലയുണ്ട്. മറ്റാരും എന്നെ അംഗീകരിച്ചില്ലെങ്കിലും, മറ്റാരും എനിക്കൊരു വില തന്നില്ലെങ്കിലും, മറ്റാരും എന്നെ കരുതാൻ തയ്യാറായില്ലെങ്കിലും, മറ്റാരും എന്റെ കഴിവുകൾ കണ്ടില്ലെങ്കിലും, മറ്റാരും എന്നെ സ്നേഹിക്കാൻ തയ്യാറായില്ലെങ്കിലും, നിത്യമായ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ച ഒരു ദൈവം, എന്റെ വിലയെക്കുറിച്ച് പൂർണ്ണ ബോധ്യതയുള്ള ഒരു ദൈവം, ആ ദൈവം സ്തോത്രം ഞാൻ തറയിൽ വീണുപോയ സ്ഥാനത്ത് കിടക്കാൻ എന്നെ അനുവദിച്ചില്ല. മറിച്ച് ആ സ്നേഹം എന്നെ തേടി വന്നു. എനിക്ക് അവൻ നൽകിയ വിലയാണ്, അംഗീകാരമാണ്. ആ നിലത്ത് ഞാൻ വീണ് കിടക്കാതെ വണ്ണം, മറഞ്ഞു പോകാതെ വണ്ണം, സ്തോത്രം തിരിച്ചറിയപ്പെടാതെ നശിച്ചു പോകാതെ വണ്ണം എന്നെ വീണ്ടെടുത്ത് സ്തോത്രം എന്റെ ആ മൂല്യത്തിനനുസരിച്ചുള്ള സ്ഥാനത്ത് എന്നെ ഇരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതുകൊണ്ട് ആരും ദൈവപ്രവർത്തിയെ സംശയിക്കുന്നവരോ, ചോദ്യം ചെയ്യുന്നവരോ, ദൈവ സ്നേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരോ ആകരുത്. മറിച്ച് സ്തോത്രം എന്റെയും നിങ്ങളുടെയും വില സംബന്ധിച്ച്, മൂല്യം സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാകട്ടെ എന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ചില വീഴ്ചകൾ എന്ന് പറയുന്നത് ഗ്രാജുവൽ ആണ്, ചില വീഴ്ചകൾ എന്ന് പറയുന്നത് സഡൻ ആണ്. പെട്ടെന്ന് വീഴും. പെട്ടെന്ന് നമ്മൾ ഒരു ഗ്ലാസ് ജഗ്ഗോ ഒരു ഗ്ലാസ് വെള്ളമോ കൊണ്ട് നമ്മൾ പോകുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് അത് വഴുതി പെട്ടെന്ന് താഴേക്ക് വീണാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം താഴെ പോയി. എന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ബ്യൂറോയിലോ നിങ്ങളുടെ സംവെയർ നിങ്ങൾ ഒരു സാധനം സൂക്ഷിച്ചു വെച്ചിട്ട് കുറെ കാലം അതിനെ അന്വേഷിക്കാതിരുന്നിട്ട് ആ സാധനം ഇവഞ്ച്വൽ ആയിട്ട് അതിന്റെ സ്ഥാനം അവിടെ നിന്ന് മാറിപ്പോകുകയോ വീണു പോവുകയോ ചെയ്താൽ ഞാനും നിങ്ങളും ഒരിക്കലും അത് തിരിച്ചറിയത്തില്ല. അങ്ങനെ ഒരു നഷ്ടം എനിക്കും നിങ്ങൾക്കും വന്നു പോയിട്ടുണ്ട്. അപ്പോ ഈ വീഴ്ചയുടെ പ്രത്യേകത പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നഷ്ടം വന്നാൽ നമ്മൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് അവെയർ ആകും. നമ്മൾ പെട്ടെന്ന് നമുക്ക് അത് ട്രിഗർ ചെയ്യും, അയ്യോ അങ്ങനെ ഒന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ. എന്നാൽ ഈ വീഴ്ച നാം അറിയാത്ത രീതിയിൽ വളരെ ഗ്രാജുവലായി സ്തോത്രം വളരെ പതിയെ സംഭവിച്ച ഒരു കാര്യമാണെങ്കിൽ ഈ നഷ്ടത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ഒരിക്കലും തിരിച്ചറിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന നാണയങ്ങൾ മുഴുവൻ ഇപ്പോഴും കയ്യിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. ചിലത് നഷ്ടപ്പെട്ടു പോയത് അറിയാതെ നാം ഇന്നും ആ നഷ്ടബോധം ഉൾക്കൊള്ളാതെ, നഷ്ടപ്പെട്ടു പോയി എന്ന് തിരിച്ചറിയാതെ എല്ലാം ഉള്ളവരെ പോലെ തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനെങ്കിൽ നമ്മുടെ സ്വയശോധനയ്ക്ക് തയ്യാറായിട്ട് ഇന്ന് രാത്രി ആ നഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി 2 സാധനങ്ങൾ കയ്യിലെടുക്കണം. 1 ഒരു വിളക്ക് കയ്യിലെടുക്കണം, 2 ഒരു ചൂല. അടിച്ചു വാരാൻ, അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് ഇന്ന് രാത്രി സ്തോത്രം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടായി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാനും നിങ്ങളും സ്തോത്രം ഈ റിസപ്റ്റേഴ്സിന്റെ സ്ഥാനത്താണുള്ളത്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അതത് സമയങ്ങളിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങളിൽ സ്തോത്രം ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം അതത് സ്ഥലങ്ങളിൽ പൊസിഷൻ ചെയ്തിട്ടാണ് ദൈവം നമ്മളെ അതത് സ്ഥലങ്ങളിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ കയറി നിൽക്കുമ്പോ സ്തോത്രം നാം പ്രാപിക്കേണ്ടുന്ന ഈ നന്മകൾ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കൈവശം സ്തോത്രം ദൈവം ഭരമേൽപ്പിച്ച ചിലതുണ്ടാകണം. ആ ചിലതെന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയാം. പഴയ റേഡിയോ, നിങ്ങൾ റേഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ റേഡിയോയിൽ ഒരു ഫ്രീക്വൻസിയിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ നാം കേൾക്കണമെങ്കിൽ ആ റേഡിയോയ്ക്ക് ഒരു ആന്റിന ഉണ്ടാകണം. 2 സന്ദേശം സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഫ്രീക്വൻസിയിൽ അത് ട്യൂൺ ചെയ്ത് അത് സ്വീകരിക്കാൻ പാകത്തിൽ നമ്മൾ അതിനെ പൊസിഷൻ ചെയ്തിരിക്കണം. അപ്പൊ ഈ പൊസിഷനിൽ നിൽക്കുമ്പോഴാണ്
ഈ അയക്കപ്പെടുന്ന സന്ദേശങ്ങൾ ഈ ആന്റിന പിടിച്ചെടുക്കുകയും ഇത് റേഡിയോയ്ക്കകത്ത് വെച്ചിരിക്കുന്ന യന്ത്രങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഇലക്ട്രിക്കോ ആയിട്ടുള്ള സാമഗ്രികൾ വഴി ആ സന്ദേശത്തെ വീണ്ടും സ്തോത്രം വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നാം കേൾക്കാൻ പ്രാപ്തരായി തീർന്നത് അല്ലെങ്കിൽ കേൾക്കുവാനായിട്ട് കഴിയുന്നു. അപ്പൊ ഈ റിസപ്റ്ററിന്റെ സ്ഥാനത്ത് ഇത് റിസീവ് ചെയ്യുന്ന ഈ ആന്റിനയും ഈ ചാനൽ അതിന്റെ കറക്റ്റ് ഫ്രീക്വൻസിയിലും അല്ലെങ്കിൽ ഈ സന്ദേശം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ സ്വീകരിക്കണമെങ്കിൽ അപ്പൊ നമ്മുടെ ഒരു ചിന്ത, നാം ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് സഭയിലും ഇതുപോലെ മെസ്സേജുകൾ പറയപ്പെടുന്ന സ്ഥലത്തും ഒക്കെ ഞാനും നിങ്ങളും ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ഒരു ചിന്ത നമ്മുടെ ഈ റിസപ്റ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്, കറക്റ്റ് ചാനൽ ട്യൂൺ ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, അതുകൊണ്ട് എന്നോട് പറയുന്നത് മുഴുവൻ കേൾക്കാൻ എനിക്ക് പറ്റുമെന്നാണ് സ്തോത്രം എന്റെയും നിങ്ങളുടെയും പലപ്പോഴും ചിന്ത. എന്നാൽ ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് പ്രയാസമില്ല. പക്ഷേ ഈ കേൾക്കുന്നത് പലതും ഇത് സ്വീകരിക്കാനോ പ്രോസസ് ചെയ്യാനോ ഇവിടെ ഇരിക്കുന്ന പലർക്കും സാധിക്കത്തില്ല. അതിന്റെ കാരണം ഈ റിസപ്റ്റേഴ്സ് അടഞ്ഞു പോയിരിക്കുകയാണ്. കാരണം നമ്മൾ എപ്പോഴും തിരിച്ചറിയുന്നില്ല. പക്ഷെ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് സഭയിലാണ്, കൂട്ടായ്മയിലാണ്. ഈ സന്ദേശവും ദൈവിക അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും വിടുതലുകളും സ്തോത്രം ഹല്ലേലൂയ ഇത് തുടർച്ചയായിട്ട് എന്റെ ചെവികളിൽ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് അകത്തേക്ക് കയറുകയോ അത് കൺവേർട്ട് ആകുകയോ ചെയ്യുന്നില്ല. അത് വിടുതലായി മാറുന്നില്ല, സൗഖ്യമായി മാറുന്നില്ല, ആശ്വാസമായി മാറുന്നില്ല, രക്ഷയായി മാറുന്നില്ല, മാനസാന്തരത്തിന് ഉതകുന്നില്ല, കൂട്ടായ്മയിൽ അനുഗ്രഹമോ ഫലമോ ദൈവിക സന്തോഷമോ ഉണ്ടാകുന്നില്ല. കാരണം ഇത് സ്വീകരിക്കത്തക്ക നിലയിലല്ല പലരും ഈ കൂട്ടായ്മയിലായിരിക്കും. അപ്പൊ അതിന് കാരണം ഈ നാണയത്തിൽ ഒന്നെവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ നാണയങ്ങൾ എല്ലാം ആയിരിക്കുമ്പോൾ, എല്ലാം കയ്യിലിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു പക്ഷേ സ്തോത്രം എനിക്കിത് പ്രോസസ് ചെയ്യാനും സ്വീകരിക്കാനും കഴിയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ദൈവം ആ താലന്തുകൾ, ആ നാണയങ്ങൾ മുമ്പ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം മുമ്പ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ നാണയങ്ങളുടെ സൂക്ഷ്മതയും പാലനവുമാണ് ഇന്ന് സ്തോത്രം എന്റെ ആശ്വാസത്തിന്, എന്റെ സന്തോഷത്തിന്, എന്റെ വിടുതലിന്, എന്റെ സൗഖ്യത്തിന് കാരണമായിട്ടുള്ളത്. പക്ഷെ ഇത് നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് ഇന്ന് പകലും ഞാൻ അറിയുന്നില്ല. ഈ നാണയങ്ങളിൽ ഒന്നോ രണ്ടോ അതിലധികമോ പലപ്പോഴായി ഇവൻച്വലി എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ആ നഷ്ടബോധം ഇന്നും തിരിച്ചറിയാതെയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ബിക്കോസ് ഐ ഡിഡ് നോ ദാറ്റ് ഐ ലോസ്റ്റ് സംതിങ്. ഇത് ഞാൻ ആത്മീക അർത്ഥത്തിലാണ് പറയുന്നത്, ഒരിക്കലും ഒരു ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾ ഈ മെസ്സേജിനെ കണക്ട് ചെയ്യരുത്. അങ്ങനെ ഇല്ലെന്നല്ല. പക്ഷെ ഞാനിത് when I'm speaking this message right in front of you, it's totally spiritual. Praise the Lord. Hallelujah. അപ്പൊ ഈ റിസപ്റ്റേഴ്സ് ആദ്യം തന്നെ ഒന്ന് കറക്റ്റ് ആക്കിക്കാട്ടെ. ഇന്ന് ഞാൻ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എന്റെ അനുഗ്രഹത്തിനും എന്റെ ആശ്വാസത്തിനും എന്റെ സമാധാനത്തിനും എന്റെ വിടുതലിനുമായിട്ടുള്ളത് ദൈവം തന്റെ അഭിഷക്തന്മാരിലൂടെ ഇന്ന് രാത്രി എന്നെ കേൾപ്പിക്കുമ്പോൾ അത് ഞാൻ സ്വീകരിക്കത്തക്ക നിലയിൽ, പ്രോസസ് ചെയ്യത്തക്ക നിലയിൽ, അത് എന്റെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും സമാധാനത്തിന് കാരണവും ആകത്തക്ക നിലയിൽ സ്തോത്രം എന്റെ കരങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഏൽപ്പിച്ച നാണയങ്ങൾ മുഴുവൻ എന്റെ കൈവശം ഇപ്പോഴും ഭദ്രമായി കൃത്യമായി ഇരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയാട്ടാ. അത് കൃപയാകാം, കൃപാവരങ്ങളാകാം, സ്തോത്രം ആത്മീയ ശുശ്രൂഷകളാകാം, ദൈവം തന്നിട്ടുള്ള താലന്തുകളാകാം, ദൈവ സ്നേഹത്തിൽ എന്നെയും നിന്നെയും പിടിച്ചു നിർത്തിയിരുന്ന പ്രാർത്ഥനയിൽ ചിലവിട്ടിരുന്ന സമയത്തിന്റെ ദൈർഘ്യങ്ങളാകാം, സ്തോത്രം ഹല്ലേലൂയ കൂട്ടായ്മ കാണിക്കുവാൻ തന്നിരുന്ന മനസ്സാകാം, വചന കേൾവിക്കായിട്ടും വചനത്തിന് മുമ്പിലും ഉണ്ടായിരുന്ന വിധേയത്വമാകാം. എന്ത് തന്നെയായാലും ഇന്ന് പലപ്പോഴും ഹല്ലേലൂയ നാം പ്രാപിച്ചു തികഞ്ഞു എന്ന നിലയിൽ ദൈവവചനം പറയുന്ന ഒരു സ്തോത്രം ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ വിശപ്പുള്ളവരെ നന്മ കൊണ്ട് തൃപ്തരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിശപ്പോടെ ആയിരിക്കുന്നെങ്കിൽ, ആഗ്രഹത്തോടെ ആയിരിക്കുന്നെങ്കിൽ, നിന്നെ നന്മ കൊണ്ട് തൃപ്തനാക്കി അയക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നാൽ സ്തോത്രം റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യാത്ത നിലയിൽ തൃപ്തി വന്ന അനുഭവത്തിൽ ധനവാൻ എന്ന ഭാവത്തിൽ എന്റെ കയ്യിൽ എല്ലാം ഉണ്ട് സ്തോത്രം എന്ന തിരിച്ചറിവിൽ എങ്കിലും നിന്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചറിയാതെ ഇന്ന് രാത്രിയും എല്ലാം ഉണ്ട് എന്ന ഭാവത്തിലാണ് നീ ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ നീ വെറുതെ പോകേണ്ടി വരും. Praise the Lord. ഒരു വചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, വിശപ്പുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും.
തൃപ്തി വരും. തൃപ്തി. അപ്പോൾ തൃപ്തി ഉണ്ടാകട്ടെ ഈ രാത്രി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സി, നമ്മുടെ ഒരു പ്രശ്നം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ഈ സന്ദേശങ്ങൾ, നാം കേൾക്കപ്പെടുന്ന സന്ദേശങ്ങൾ, നമ്മോട് ദൈവം നമ്മുടെ വിടുതലിനും ആശ്വാസത്തിനും നമ്മളുടെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനത്തിനുമായി അതത് സമയങ്ങളിൽ, ആമേൻ, സ്തോത്രം, ആത്മശക്തിയോടെ നമ്മുടെ അടുക്കലേക്ക് അയക്കപ്പെടുന്ന ദൈവവചനം, ആമേൻ, അത് കേൾക്കാതിരിക്കാൻ തക്കവണ്ണം, ആമേൻ, സ്വീകരിക്കാതിരിക്കാൻ തക്കവണ്ണം പിശാച് നമ്മുടെ സമയത്തെയും സാഹചര്യത്തെയും കാതുകളെയും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അടച്ചു കളയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, നാം തിരിച്ചറിയണം, ആമേൻ, സ്തോത്രം, എന്റെ നഷ്ടം ഏത് മേഖലയിലാണ് സംഭവിച്ചത്. നഷ്ടബോധം, ആമേൻ, ഉണ്ടായിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ആ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ഒരു ത്വര ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പുറകെ പോകാൻ, ആമേൻ, ജസ്റ്റ് ഗോ ആഫ്റ്റർ ഇറ്റ്, ഫൈൻഡ് ഇറ്റ് ഔട്ട്. എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടേക്കൊന്ന് മടങ്ങിച്ചല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് അതിനെ തിരികെ പ്രാപിച്ചിട്ട്, ആമേൻ, സ്തോത്രം, മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് ആലോചന പറയുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും, ആമേൻ, സ്തോത്രം, ഒരു പുനർവിചിന്തനത്തിന്. ആമേൻ, എനിക്ക് എന്നിൽ വന്നുപോയ നഷ്ടം, എന്റെ നന്മയെ അടച്ചു കളഞ്ഞ പൈശാചിക പ്രവൃത്തി, അവൻ ദുഷ്ടന് ഞാൻ ജീവിതത്തിൽ ഇടം കൊടുത്തു പോയ മണ്ഡലം, ഇന്ന് രാത്രി ഞാൻ അത് തിരിച്ചറിഞ്ഞിട്ട്, ആമേൻ, ഞാൻ അവിടേക്കൊന്ന് മടങ്ങി ചെല്ലുകയാണ്. ആമേൻ, സ്തോത്രം, എനിക്ക് നഷ്ടമായ ആ നന്മയെ, ആ കൃപയെ, ആമേൻ, സ്തോത്രം, ആ നല്ല ദാനത്തെ, ആമേൻ, സ്തോത്രം, ഞാൻ ഇന്ന് രാത്രി ഒന്ന് മടക്കി പ്രാപിക്കുകയാണ്. ആമേൻ, സ്തോത്രം, അത് ഞാനൊന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ, ആമേൻ, ഇന്ന് രാത്രി എനിക്ക് വിടുതലാണ്, ഇന്ന് രാത്രി എനിക്ക് സൗഖ്യമാണാകയാൽ ഇന്ന് രാത്രി, ആമേൻ, സ്തോത്രം, പ്രാപിക്കത്തക്ക നിലയിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കതകുകൾ തുറന്നു വരട്ടെ. മനസ്സിലായില്ല? ആമേൻ. നഷ്ടപ്പെട്ടു പോയ ഒരു മകന്റെ ഉപമയുണ്ട് ഇത് കഴിയുമ്പോൾ കർത്താവ് പറയുന്നത്. ആ മകൻ നഷ്ടപ്പെട്ടു പോയ ആ നിമിഷം മുതൽ ആ മകന്റെ മടങ്ങി വരവും കാത്ത്, ആമേൻ, വാതിൽ തുറന്നിട്ട് കാത്തിരുന്ന ഒരു അപ്പനെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എന്നതുപോലെ, ആമേൻ, നഷ്ടത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന് രാത്രി നാം ചെയ്യേണ്ടത്, ആ നഷ്ടം മടങ്ങി വന്നാൽ, ആമേൻ, ദൈവം അതിനെ ഏതു കാലത്തായാലും തിരികെ തരുവാൻ, ആമേൻ, സ്തോത്രം, മതിയായവനാണ്. ആകയാൽ അവൻ ആ മടക്കി വരുന്ന കാലത്തോളം, ആമേൻ, അതിനായി കാത്തിരിക്കുവാൻ, ആമേൻ, ഒരു തുറന്ന മനസ്സൊന്ന് രാത്രി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. A blessing out of season is a curse. ആമേൻ, സ്തോത്രം, ആമേൻ. ദൈവം ഓരോന്നിനും അതതിന്റെ കാലങ്ങൾ നിശ്ചയിക്കുകയും നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ കാലത്തിന് മുമ്പേ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ശാപമാണെന്നാണ് ദൈവവചനം പറയുന്നത്, അല്ലെങ്കിൽ തെളിയിക്കുന്നത്. ഈ മുടിയനായ പുത്രൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ കഥാപാത്രം, അവൻ മുടിഞ്ഞു പോകാനുള്ള കാരണം, ആമേൻ, സ്തോത്രം, അവന് കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നതിന് മുമ്പേ അവന്റെ കയ്യിലേക്ക് വന്ന നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. വഴിവക്കിൽ നിന്നൊരു അത്തിമരത്തെ കുറിച്ച്, ആമേൻ, സ്തോത്രം, സുവിശേഷങ്ങളിൽ വായിക്കാനായിട്ട് കഴിയും. ആ അത്തിമരത്തെ കർത്താവ് ശപിക്കാനുള്ള കാരണം, ആ അത്തിയിൽ ഇലയുണ്ടായിരുന്നു. ആമേൻ, ആ ഇല, ആമേൻ, വിട്ടു നിൽക്കുന്ന, ആമേൻ, സ്തോത്രം, അത് അത്തിയുടെ കാലമല്ലാതിരുന്നിട്ടും ആ അത്തി ഇലയിട്ട് നിൽക്കയിൽ കർത്താവ് അതിന്റെ അടുക്കലേക്ക് വരികയാണ്. കാരണം അത്തി ഇലയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൽ അത്തി ഉണ്ടാകണം, കായുണ്ടാകണം. പക്ഷെ അത് ഔട്ട് ഓഫ് സീസൺ ആണ്. ആമേൻ, ഇല ഇട്ട് നിൽക്കേണ്ടുന്ന കാലത്തല്ല ആ അത്തി എന്ത് ചെയ്തിരിക്കുന്നത്, ഇല ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഇലയോടുകൂടി നിൽക്കുന്ന ആ അത്തിയുടെ അടുക്കിലേക്ക് കർത്താവ് വന്നിട്ട് ഫലം തിരയുകയാണ്. അതിൽ ഫലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിൻസിപ്പിൾ അനുസരിച്ച്, തത്വം അനുസരിച്ച്, അത്തിയിൽ ഇലയുണ്ടെങ്കിൽ അതിൽ കായം ഉണ്ടാകണം. പക്ഷെ അത് അത്തിയുടെ കാലമല്ല. അപ്പോൾ ഔട്ട് ഓഫ് സീസണിൽ ആ അത്തി ഇല ഇട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിൽ എന്തില്ല, ആ സീസണിൽ ഇലയിട്ട് നിൽക്കേണ്ടുന്ന സമയത്ത് അതിലുണ്ടായിരിക്കേണ്ടുന്ന ഫലം അതിലില്ല. അതുകൊണ്ട് അതെന്താകുകയാണ്, ശാപഗ്രസ്തമാകുകയാണ്. കർത്താവ് അതിനെ ശപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട്, ആമേൻ, സ്തോത്രം, നാം ശാപത്തിന് വിധേയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, ആമേൻ, അധികമായിട്ട് പ്രാപിക്കുന്നതിലല്ല, അസമയത്ത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഈ കാലം അതതിന്റെ കാലത്തിന് അല്ലാതെ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന കാലത്തിലല്ലാതെ, കാലത്തിന് മുന്നേ,
അവൻ പൂക്കുകയോ പുഷ്ടിക്കുകയോ ചെയ്യുന്ന അനുഭവത്തിലല്ല നാം ആയിരിക്കേണ്ടത്. മറിച്ച് അവൻ കാലത്ത്, അതത് സമയത്ത്, അവൻ അതതിന്റെ കാലങ്ങളിൽ ഫലവും ഇലയും കായും ഉള്ളവരായിരിക്കേണ്ടതിന് ഇന്ന് രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ നിങ്ങളുടെ ചൂൽ കണ്ടെത്തണം, അടിച്ചു വാരാൻ തുടങ്ങണം. നഷ്ടപ്പെട്ടു പോയതിനെ, എവിടെയാണോ അതിനെ മണ്ണ് മൂടി കിടക്കുന്നത്, ഇരുൾ മൂടി വെച്ചിരിക്കുന്നത്, അവൻ അവിടേക്ക് വെളിച്ചവുമായി കടന്നു ചെന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് ആമേൻ സ്തോത്രം അതിനെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു മനസ്സ് ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ പൂവിടേണ്ടുന്ന സമയത്ത് നിങ്ങളിൽ പൂവുണ്ടാകും. നിങ്ങളിൽ ഫലമുണ്ടാകേണ്ടുന്ന സമയത്ത് നിങ്ങളിൽ ഫലമുണ്ടാകും. അവൻ നിങ്ങൾ അതത് സമയത്ത് ആമേൻ സ്തോത്രം അതതിന്റെ സമയത്ത് അവൻ ഫലപുഷ്ടിയോടുകൂടി നിൽക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് അവൻ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. ആകയാൽ ആമേൻ സ്തോത്രം നഷ്ടപ്പെട്ടു പോയത് അവൻ സമയാസമയങ്ങളിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന സമയത്തും കാലത്തും എന്നിലും നിങ്ങളിലും ഫലമില്ലാത്ത അനുഭവം ആമേൻ സ്തോത്രം ഇല്ലാതെ ഇരിക്കേണ്ടതിന്, ഫലത്തോടു കൂടി നാം ആയിരിക്കേണ്ടതിന് അവൻ എന്തൊക്കെയാണോ അതിനാവശ്യമായി ദൈവം തന്നിട്ടുള്ളത് അത് മുഴുവൻ കയ്യിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ഇല്ലാത്തതിനെ ഇന്ന് രാത്രി അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ശപിക്കപ്പെട്ടു പോകും. കർത്താവ് ഫലം അന്വേഷിക്കുന്ന നാളിൽ അവൻ ഫലമില്ലാതെ പോയാൽ അവൻ നാണയം കളഞ്ഞുപോയി കർത്താവെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അത് അന്വേഷിച്ച് കണ്ടെത്തി ഇന്ന് രാത്രി ആ ഫലദായകമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അവൻ തലങ്ങളിലേക്ക് കയറി നിന്നാൽ അവൻ നിന്നെ റെസ്റ്റോർ ചെയ്യുവാൻ, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ എന്റെ അപ്പന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ നാണയമായി ആമേൻ സ്തോത്രം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ ആമേൻ എന്റെ വില എനിക്ക് മനസ്സിലാക്കി തരുമാറ് ആമേൻ സ്വർഗത്തിലെ ദൈവം തന്റെ മഹിമകളെ വെടിഞ്ഞ് താഴേക്ക് വന്ന് എന്നെ വീണ്ടെടുക്കുകയും എന്റെ വില എനിക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചത്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയും. 10 നാണയം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് വാല്യൂ ആണ്, കൊളാബറേറ്റീവ് അഗ്രിഗേറ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ 10 എന്ന് പറയുന്നതല്ല 9 എന്ന് പറയുന്നത്. 10 ആകുമോ? അപ്പൊ ഇതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്തത്? മറ്റാരെയും അറിയിച്ചില്ല, മറ്റാരോടും പറഞ്ഞില്ല. അവള് തന്നെ അന്വേഷണ ബുദ്ധിയോടുകൂടി, സമർപ്പണത്തോടുകൂടി, സൂക്ഷ്മതയോടെ അന്വേഷിക്കുവാൻ തയ്യാറായിട്ട് വിളക്കും ചൂലും കയ്യിലെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ ഒന്നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ആ സഹോദരിയാ ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? അവളെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടപ്പെട്ടു പോയത് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ നഷ്ടബോധം അവളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയെന്ന് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ ആ സഹോദരി കയറി നിൽക്കുന്നത് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിന്റെ സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? 10ന്റെ വാല്യൂ ഉണ്ട്. എന്നാൽ ഈ സഹോദരിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നവൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവൾ ആ സ്ഥാനത്ത് കയറി നിന്നിട്ട് മറ്റതിനെ അന്വേഷിക്കുക, മറ്റാരോടും പറയാതെ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 9 എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിസിറ്റ് വാല്യൂ ആണ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം കുറവുള്ളതാണ്. 9 ആമേൻ അങ്ങനെ കുറവുള്ള അനുഭവത്തിലല്ല എന്നെയും നിങ്ങളെയും ആക്കി വെച്ചത്. നിറവിന്റെ അനുഭവത്തിൽ ജീവിക്കാനാണ് കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പരാതി എന്താണ്? എല്ലായ്പ്പോഴും നമ്മൾ കർത്താവിനോട് പറയുന്ന പരാതി കുറവിന്റെ പരാതിയാണ്. എനിക്കില്ലെന്നാ പറയുന്നത്, കുറവാന്നാ പറയുന്നത്, ഇല്ലേ? പക്ഷേ ഇവിടെ ഈ കുറവിന്റെ സ്ഥാനത്ത് നിനക്ക് ഏത് മേഖലയിലാണോ, ഏത് സാഹചര്യത്തിലാണോ, എന്താവശ്യത്തിലാണോ കുറവ് എന്ന് നിനക്ക് തോന്നുന്നത്, ആ കുറവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നത് നീ കയറി നിൽക്കാനാ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഈ യേശു കർത്താവിന് ആമേൻ സ്തോത്രം ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വന്ന് പാപമില്ലാത്തവൻ ആമേൻ സ്തോത്രം ആ പാപിയുടെ സാദൃശ്യത്തിൽ, പാപിയായ മനുഷ്യന്റെ സാദൃശ്യത്തിൽ നിൽക്കേണ്ടുന്നതിന്റെ ആവശ്യം എന്തായിരുന്നു? അവൻ എന്നോടും നിങ്ങളോടും അനുരൂപപ്പെടേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു?
അവൻ പാപം അറിയാത്തതിനെ പാപമാക്കി തീർത്തു. അങ്ങനെയല്ലേ തിരുവചനം പറയുന്നു? ഹി ബിക്കെയിം സിൻ ബട്ട് ഹി നോ സിൻ. പാപം അറിയാത്ത കർത്താവ് പാപമായി തീർന്നു, എന്നോടും നിന്നോടും സാദൃശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ എന്റെയും നിന്റെയും സ്ഥാനത്ത് അവൻ പാപിയായി കയറി നിന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ ചോദ്യം, എനിക്കും നിനക്കും സംഭവിച്ചിരിക്കുന്ന ഈ നഷ്ടത്തിൽ അവൻ ആ നഷ്ടബോധത്തോടു കൂടി ജീവിക്കാനാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതിനെ കൂടി അവൻ അന്വേഷിച്ച് കണ്ടെത്തി അവൻ ആ തികവിൽ ജീവിക്കാനാണോ നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ആഗ്രഹം? ആ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഇനി എന്നാലും പോയി, ഇനിയിപ്പോ മടങ്ങി വരത്തൊന്നുമില്ല, തിരിച്ചു കിട്ടത്തൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോട്ടെ പാസ്റ്ററെ എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ദയവായിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കരുത്. മറിച്ച് ആ നഷ്ടത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിട്ട്, നോ, ഞാൻ നഷ്ടപ്പെട്ടവളാണ്, ഞാൻ നഷ്ടപ്പെട്ടവനാണ്, ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ജീവിച്ചു, ഇന്ന് മുതൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കത്തില്ല, മറിച്ച് ആ അഗ്രിഗേറ്റിന്റെ ആ കൊളാബറേറ്റീവ് എഫോർട്ടിലേക്ക് ഞാൻ കയറി നിന്നിട്ട് എന്റെ ആ അഗ്രിഗേറ്റ് വാല്യൂ, ആ ആകെ തുക, ആമേൻ സ്തോത്രം, അതെനിക്ക് വേണം. ആ മൂല്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ആമേൻ സ്തോത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എലീശയുടെ മനസ്സുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എലീശയുടെ മനസ്സെന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഒരുപാട് നല്ല സാഹചര്യങ്ങൾ, അത് യോർദാൻ ആയാലും ബഥേലായാലും എരിഹോയായാലും ആമേൻ സ്തോത്രം, ഏലിയാവിന്റെ പുറകെ നടക്കുമ്പോൾ ഏലിയാവ് എലീശയോട് പറയുന്നുണ്ട്, നീ ഇവിടെ താമസിച്ചോ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ. പക്ഷേ എലീശയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആമേൻ സ്തോത്രം, എനിക്ക് ചിലത് പ്രാപിക്കാം. ആ പ്രാപിക്കുന്നത് വരെ ഞാൻ എന്താണോ അന്വേഷിക്കുന്നത്, ഞാൻ അത് കണ്ടെത്തുന്നത് വരെ ആ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ല. എലീശയുടെ മനസ്സതല്ലായിരുന്നോ? അൻറ്റിൽ ഹി ഗെറ്റ്സ് വാട്ട് ഹി നീഡ്സ്, അവന്റെ ആവശ്യം എന്തായിരുന്നോ അതവന് ലഭിക്കുന്നത് വരെയും, ലഭിച്ചു എന്ന ഉറപ്പ് വരുത്തുന്നത് വരെയും അവൻ ഏലിയാവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ നിങ്ങളുടെ ആഗ്രഹം? എന്തുവാ നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്തുവാ ഇന്ന് രാത്രി നിങ്ങൾക്ക് പ്രാപിക്കേണ്ടത്? അന്വേഷിക്കാൻ മനസ്സുണ്ടോ? വിട്ടുമാറാതെ ആ ലക്ഷ്യബോധത്തോടെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഇടത്തോട്ടും വലത്തോട്ടും പിരിയാതെ മാറാതെ ആമേൻ അതേ തന്നെ ശ്രദ്ധ വെച്ച് ആമേൻ അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ മടുപ്പില്ലാതെ അന്വേഷിക്കാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? യാബോക്കിന്റെ കടവിൽ യാക്കോബും ഇത് തന്നെയാ ചെയ്തത്. അന്ന് രാത്രി അവൻ മരണഭയത്തിൽ അവിടെ ആയിരിക്കുന്നത്. അവന്റെ കൂടെയുള്ളതിനെ മുഴുവൻ അവൻ അക്കരെ കഴിച്ചിട്ട് അവൻ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ മനുഷ്യൻ അവനോട് അവൻ മല്ല് കെട്ടുകയാണ്. അവന്റെ ചിന്ത ഒരു പക്ഷെ അവൻ ഇങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ മനുഷ്യൻ ഏശാവ് അയച്ചിട്ട് വന്ന ഒരാളായിരിക്കാം, എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയായിരിക്കാം. പക്ഷേ വിട്ടുകൊടുക്കാതെ ആമേൻ സ്തോത്രം, ആമേൻ മല്ല് കെട്ടാനുള്ള ഒരു മനസ്സ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അതിന്റെ അവസാനത്തിൽ അവൻ പറയുകയാ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടേ ഞാൻ നിന്നെ വിടത്തുള്ളൂ. അതാ തീരുമാനം, അതാ ഉറപ്പ്. ഇന്ന് രാത്രി ഞാൻ കണ്ടെത്തിയിട്ടേ നിർച്ചത്തുള്ളൂ. ആമേൻ സ്തോത്രം, എനിക്ക് ആ കൃപ മടക്കി വേണം. എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പ്രാർത്ഥനാവരം, ആമേൻ പ്രവചനവരം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, രോഗശാന്തിവരം, ഭാഷാവരം, ആമേൻ സ്നേഹിക്കാനുള്ള കഴിവ്, ശുശ്രൂഷിക്കാനുള്ള കഴിവ്, കൊടുക്കാനുള്ള കഴിവ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവരാജ്യത്തിനായി ആമേൻ വിശ്വസ്തയോടെ നിൽക്കാനുള്ള കഴിവ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ തീവ്രത, ആമേൻ സഹിഷ്ണുതയുടെ തീവ്രത, ആമേൻ സ്തോത്രം, വീര്യത്തോടെ നിൽക്കുവാനായിട്ട് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എനിക്ക് തന്നിരുന്ന കൃപ, ഇങ്ങനെ പലതും നഷ്ടപ്പെട്ടു പോയിട്ട് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ആ നഷ്ടബോധത്തോട്, ആ നഷ്ടത്തോട്
ഇതിനോട് ഇണങ്ങി താതാത്മ്യപ്പെട്ട ഇങ്ങനെയൊക്കെ മതി എന്ന് കരുതി ജീവിക്കുന്നെങ്കിൽ ആമേൻ സഭയെ ഇന്ന് രാത്രി നീ നിന്റെ ചൂല് കയ്യിലെടുത്താട്ടാ. ആമേൻ ഇന്ന് രാത്രി അടിച്ചു വരാൻ ആരംഭിച്ചാട്ടാ. എവിടെയാണോ നഷ്ടപ്പെട്ടത്, എവിടെയാണോ കളഞ്ഞു പോയത്, ആമേൻ എവിടെയാണോ മറഞ്ഞു കിടക്കുന്നത്, അത് കണ്ടെത്തുന്നത് വരെ ആമേൻ ഞാൻ എന്റെ അന്വേഷണം നിർത്തത്തില്ല എന്ന് ആമേൻ സ്തോത്രം ഉറച്ച തീരുമാനത്തിൽ ഇന്ന് രാത്രി നീ അന്വേഷിക്കുവാൻ തയ്യാറെങ്കിൽ അവൻ നിന്നെ റിസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം എന്റെ ദൈവം ശക്തനെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുമ്പോൾ എത്ര പേർ മനസ്സോട് ഏറ്റെടുക്കും, എത്ര പേർ അന്വേഷിക്കാൻ തയ്യാറാകും, എത്ര പേർ ചൂൽ കയ്യിലെടുക്കും, എത്ര പേർ അടിച്ചു വാരാൻ തുടങ്ങും, എത്ര പേർ അന്വേഷിക്കാൻ തുടങ്ങും, എത്ര പേർ ആ നഷ്ടബോധത്തിൽ ആമേൻ സ്തോത്രം നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിഞ്ഞിട്ട് പ്രാപിക്കണമെന്ന തിരിച്ചറിവിൽ ഇന്ന് രാത്രി എത്ര പേർ ദൈവസന്നിധിയിൽ മോട്ടമടക്കും. Praise the Lord. ഹല്ലേലൂയ. അപ്പോഴും നമ്മുടെ ഒരു ചിന്തയുണ്ട്, ആമേൻ ഈ നഷ്ടപ്പെട്ടു പോയത് പാസ്റ്ററെ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാനാ, ഇതെങ്ങനെ കിട്ടാനാ, എന്തായാലും ഇനി ഉള്ളത് കയ്യിലുള്ളത് പോകാതെ നോക്കിയാ പോരെ. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടല്ലോ. അവരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ആമേൻ വേദപുസ്തകത്തിൽ നിന്നും ആമേൻ ഒരു അത്ര പ്രശസ്തനൊന്നും അല്ലാത്തൊരു മനുഷ്യന്റെ ആമേൻ ജീവിതത്തിലെ ഒരു ഏടാണ്. ഈ ആളുടെ പേര് എത്ര പേർക്ക് പരിചിതമാണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ വിൽ ടെൽ യു ഹിസ് നെയിം ഈസ് മെഹിബോഷത്ത് എന്നാണ് ആളുടെ പേര്. എത്ര പേർക്ക് അറിയാം മെഹിബോഷത്ത് ആരായിരുന്നു? മെഹിബോഷത്ത് യോനാഥാന്റെ മകനായിരുന്നു. യോനാഥാന്റെ മകനായിട്ടുള്ള മെഹിബോഷത്ത് ആമേൻ സ്തോത്രം കീഴ്വഴക്കം അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ്. കാരണം അവന്റെ അപ്പൂപ്പൻ രാജാവായിരുന്നു. അവന്റെ അപ്പൻ രാജാവായാൽ ആമൻ അടുത്ത രാജാവാകേണ്ടുന്ന ആമൻ സ്തോത്രം ക്രൗൺ പ്രിൻസ് ആണ് ഈ മെഹിബോഷത്ത്. എന്നാൽ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കുഞ്ഞിനെ ഇവന്റെ ധാത്രി ആമൻ എടുത്തുകൊണ്ട് ഓടുകയാണ്. ശൗലും യോനാഥാനും മരിച്ച സമയത്താണ് ഒരു പക്ഷേ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്നത് എന്നായിരിക്കും എന്റെ ചിന്ത. ഞാൻ അങ്ങനെയാ ചിന്തിക്കുന്നത്. പക്ഷെ ഓടുമ്പോൾ ഈ ധാത്രിയുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞ് താഴെ വീണു. ഈ താഴെ വീണു. ഈ താഴെ വീണ കുഞ്ഞിന്റെ 2 കാലും മുടന്തായിപ്പോയി. അതിൽ പിന്നെ ഈ കുഞ്ഞ് നടന്നിട്ടില്ല. ഈ കുഞ്ഞിന്റെ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചിട്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല. 5 വയസ്സ് വരെ ഓടി നടന്ന കുഞ്ഞാണ്. 5 വയസ്സ് വരെ ഈ കൊച്ചിന് ഇഷ്ടമുള്ളിടത്ത് പോകാം, അതിന് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം, ഇഷ്ടമുള്ള സമയത്ത് കളിക്കാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ആമേൻ സ്തോത്രം കപ്പാസിറ്റി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. 5-ാം വയസ്സിൽ ഈ കുഞ്ഞിന്റെ തെറ്റുകൊണ്ടല്ല ഈ കുഞ്ഞ് താഴെ വീണത്. ഈ കുഞ്ഞിന്റെ കുറവ് കൊണ്ടല്ല ഈ നാണയം താഴെ പോയത്. നിങ്ങൾ മനസ്സിലായോ? ഈ കുഞ്ഞ് സൂക്ഷിക്കാനായിട്ടല്ല ഈ കുഞ്ഞെന്ന നാണയം താഴെ വീണത്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞതുമായിട്ട്? ഈ കുഞ്ഞ് താഴെ വീണു സംഭവ എങ്ങനെയോ. ഈ താഴെ വീണ കുഞ്ഞിന്റെ കാലൊടിയുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ആ കുഞ്ഞിന് അന്ന് നഷ്ടപ്പെട്ടു പോയത് ഒരുപാട് സ്വപ്നങ്ങളാണ്, ഒരുപാട് ആഗ്രഹങ്ങളാണ്, ഒരുപാട് ആവശ്യമാണ്. എല്ലാറ്റിലും ഉപരി ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് മുതൽ ആ കുഞ്ഞ് പര ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ കുഞ്ഞ് ഈ കസേരയിൽ കൊണ്ടിരുത്തിയേക്കാണെന്ന് വിചാരിച്ചേ. ഒരു കസേരയിൽ കൊണ്ടിരുത്തിയേക്കുമ്പോൾ ഇതിന് ദാഹിച്ചാൽ ഇതിന് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ, ഇത് ആരോടെങ്കിലും ദാഹിക്കുന്നു എന്ന് പറയണം. ഇത് കേട്ടയാളുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഈ കുഞ്ഞിന് എന്ത് കിട്ടത്തുള്ളൂ? കുടിവെള്ളം കിട്ടത്തുള്ളൂ. അത് വെള്ളത്തിന്റെ കാര്യം മാത്രമല്ല, ആഹാരമായാലും ഇനി കുളിക്കുന്ന കാര്യങ്ങളായാലും ദൈനംദിനം ചെയ്യേണ്ട ആമേൻ സ്തോത്രം ഹല്ലേലൂയ റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളിലായാലും എന്ത് കാര്യത്തിനായാലും എന്തുണ്ട്? പരാശ്രയം കൂടാതെ ഒന്നും ചെയ്യാൻ ഈ കൊച്ചിന് കഴിയത്തില്ല. നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരു മടങ്ങി വരവ്, ഒരു റിസ്റ്റോറേഷൻ പോസിബിൾ ആണോ? സാധ്യമാണോ? എന്റെ ചിന്തയിൽ ഞാനാണ് ആ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഒരിക്കലും എനിക്കിനി എന്തില്ല. ഞാൻ ഭരിക്കേണ്ടുന്ന ജീവിക്കേണ്ടുന്ന കൊട്ടാരം ഏതെങ്കിലും മരുഭൂമിയിൽ വളരെ വിദൂരതയിൽ നിന്ന്
കാണാൻ മാത്രമേ എനിക്ക് കഴിയത്തുള്ളൂ. അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ഇനി ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും എനിക്ക് നടന്നു പോകാൻ പറ്റുമോ? ഇതൊന്നും പറ്റത്തില്ല. പക്ഷേ ദാവീദ് രാജാവായി കഴിഞ്ഞിട്ട് ദാവീദ് ആദ്യം ചെയ്തത്, ഞാൻ യോനാഥാന്റെ നിമിത്തം നന്മ കാണിക്കേണ്ടതിന്, നന്മ ചെയ്യേണ്ടതിന് അവൻ ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാ ചെയ്തത്. ശൗലിന് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒന്ന് അന്വേഷിക്കേണ്ടത്. കണ്ടെത്തുന്നത് ഈ കൊച്ചിനെയാണ്, മെഹീബോശത്ത് എന്ന യൗവനക്കാരനെയാണ് ആര് കണ്ടെത്തുന്നത്? ഒരു സാധ്യതയുമില്ല കൊട്ടാരത്തിലേക്ക് കയറാൻ. പക്ഷേ അവൻ ജീവിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ദേശത്തെ രാജാവിനോടൊപ്പമാണ്. റീസ്റ്റോറേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ല? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കംബാക്ക്, ഒരു മടങ്ങി വരവില്ല. ഒരിക്കലും ആ നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ ആലോചന. നിന്റെ ആലോചനയല്ല എന്റെ ആലോചന, നിന്റെ ചിന്തയല്ല എന്റെ ചിന്ത. ഇത് രണ്ടും ആകാശം ഭൂമിയോട് അകന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളും എന്റെ ചിന്തകളും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി ഒരിക്കലും എനിക്കൊരു മടങ്ങി വരവില്ല. ഇനി ഒരിക്കലും അതെനിക്ക് തിരികെ കിട്ടത്തില്ല. ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ശുശ്രൂഷിച്ചിരുന്ന ആളാണ്. ഇനി ഒരിക്കലും അങ്ങനെ കഴിയുമോ എന്ന് എനിക്ക്, കാരണം അതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരിക്കലും നോ. ഇന്ന് രാത്രി അന്വേഷിക്കാൻ തയ്യാറായാൽ സ്തോത്രം, മടങ്ങി വരാൻ പാകത്തിൽ നിന്നെ ഒന്ന് പൊസിഷൻ ചെയ്യാൻ, ഹല്ലേലൂയ, നീ ഒന്ന് തയ്യാറായാൽ, നിന്നെ അന്വേഷിച്ചിറങ്ങാൻ സ്തോത്രം, സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ നഷ്ടപ്പെട്ടു പോയ ആ സാഹചര്യത്തിൽ നിന്നെ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം, നീ എവിടെ നിന്നാണോ നഷ്ടപ്പെട്ടു പോയത്, ഏതവസ്ഥയിൽ നിന്നാണോ സ്തോത്രം നിന്റെ സ്ഥാനത്തിന് ഒരു ഇളക്കമോ വീഴ്ചയോ സംഭവിച്ചത്, ആ സ്ഥാനത്തേക്ക് സ്തോത്രം നിന്നെ മടക്കി വരുത്തുവാൻ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ഇന്നും കുറുകിപ്പോയിട്ടില്ലാത്ത അവന്റെ കരമുണ്ടെന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിന് മഹത്വം കൊടുക്കും. ആകയാൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി സ്തോത്രം, ഹല്ലേലൂയ, കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവാൻ വചനം പറയുമ്പോൾ കണ്ടെത്തുവാൻ തക്കവണ്ണം സ്തോത്രം, നഷ്ടപ്പെട്ടു പോയതൊന്നും പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോയിട്ടില്ലെന്നേ, പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നേ. ഒടിമൂടി കിടക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് രാത്രി ഒരു ചൂല് കയ്യിലെടുക്കാൻ നീ തയ്യാറെങ്കിൽ, ഒന്ന് അടിച്ചു വരാൻ നീ തയ്യാറെങ്കിൽ, ഒന്ന് ക്രമീകരിക്കാൻ നീ തയ്യാറെങ്കിൽ, ഒരു ഓർഡർ നിന്റെ ലൈഫിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നീ തയ്യാറെങ്കിൽ, ഇന്ന് രാത്രി റിസ്റ്റോറേഷന്റെ പവർ, യഥാസ്ഥാനത്വത്തിന്റെ ശക്തി ഇന്ന് രാത്രി പ്രസംഗിക്കപ്പെടുന്ന ഈ വചനത്തിനോട് കൂടെ ചലിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. സ്തോത്രം, അതിന്റെ ശക്തി സ്തോത്രം, ഹല്ലേലൂയ, അതിനെ കുറച്ച് കാണരുത്. അതിന്റെ മൂല്യത്തെ, അതിന്റെ വലിപ്പത്തെ നീ കുറച്ച് കാണരുത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ സ്തോത്രം കഴിവുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി സ്തോത്രം ഈ പ്ലാറ്റ്ഫോമുകളിൽ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അത് അതിവേഗത്തിൽ ഇറങ്ങി വരുമ്പോൾ കണ്ടെത്തുവാൻ പാകത്തിൽ നീ നിന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറായാൽ, ആ ചൂലൊന്ന് കയ്യിലെടുക്കാൻ തയ്യാറായാൽ, അടിച്ചു വാരുവാൻ തയ്യാറായാൽ, yes, there is a possibility of redemption. There is a possibility that you can be restored. ഇന്ന് രാത്രി സ്തോത്രം, ഒരു യഥാസ്ഥാനത്വം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ മുമ്പിലുള്ള സമയവും അവസാനിക്കുകയാണല്ലോ. സ്തോത്രം, ഒരു ഫ്ലൈറ്റ്, ഏതൊരു വിമാനവും അത് ഡിസൈൻ ചെയ്യുമ്പോൾ സ്തോത്രം, അത് പരമാവധി ഉയരത്തിൽ സഞ്ചരിക്കുവാൻ പാകത്തിൽ, ഇത്രയധികം ഉയരത്തിൽ സഞ്ചരിച്ചാൽ അതിന് ടർബുലൻസ് ഇല്ലാതിരിക്കും, അത് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ പറ്റും എന്നിങ്ങനെയൊക്കെ ഒത്തിരി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഫ്ലൈറ്റിനെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതൊരു പറക്കുവാൻ തക്കവണ്ണം ഒരു ആൾട്ടിറ്റ്യൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഉയരം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉയരത്തിൽ അത് കയറി പറന്നു കഴിയുമ്പോൾ അതിനെന്തില്ല, പ്രതികൂലങ്ങളില്ല, ടർബുലൻസ് ഇല്ല, മറ്റ് പ്രശ്നങ്ങളിലൊന്നും അത് പെട്ട് സ്തോത്രം കുലഞ്ഞും കുഴഞ്ഞും ആടിയും ഉലഞ്ഞും ഹല്ലേലൂയ നീറിയും നെടുവീർപ്പിട്ടും പുറപുറത്തും ഒന്നും പോകണ്ട, മറിച്ച് വളരെ സ്മൂത്ത് ആയിട്ട് അതിന് പോകാം. പക്ഷേ നിന്നെ
ആമേൻ സ്തോത്രം, ഇത് എന്റെയും നിന്റെയും ജീവിതമാണ്. എന്നെയും നിന്നെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രശ്നങ്ങളുടെ ഉള്ളിൽ കൂടി പോകാനല്ല, പ്രശ്നത്തിന് മുകളിൽ കൂടി പോകാനാണ്. ഈ പ്രശ്നത്തിന് മുകളിൽ കൂടി പോകാതെ നീ ഇപ്പോഴും പ്രശ്നത്തിനകത്തുകൂടി അല്ലെങ്കിൽ വളരെ താഴ്ന്ന് പറക്കുന്നത് കൊണ്ടാണ് അവൻ ഈ ടർബുലൻസ് ഉണ്ടാകുന്നത്, ഈ എയർ പോക്കറ്റ്സുകൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിന്റെ വിമാനം, ആമേൻ സ്തോത്രം, നിന്റെ ജീവിതം എന്ന ഈ വിമാനം ആടുകയും കുലുങ്ങുകയും അവൻ തകരാൻ പോകുന്നു എന്ന് നിനക്ക് തോന്നുകയും ചെയ്യുന്നത്. ബട്ട് യു ആർ ഡെസ്റ്റൈൻഡ് ടു ഫ്ലൈ ഹൈ. വളരെ ഉയരത്തിൽ പറക്കാനാ നിന്നെയും എന്നെയും ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോ ആ ഉയരത്തിൽ പറക്കാതിരിക്കുവാൻ, ആമേൻ സ്തോത്രം, ആ ഉയരത്തിലേക്ക് കയറാനുള്ള കഴിവാണ് ഒരു പക്ഷെ എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഇന്ന് രാത്രി അങ്ങനെ നിരന്തരമായിട്ട് ഒന്ന് മാറി അടുത്ത പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം, ഒരു തലവേദന മാറുമ്പോൾ അടുത്ത തലവേദന, അങ്ങനെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആരോ എന്നെ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. അവരോട് പറയാൻ, ആമേൻ സ്തോത്രം, ഒരൊറ്റ ദൂത ഇന്ന് ആമേൻ ദൈവാത്മാവ് എന്റെ കയ്യിൽ തന്നിട്ടുള്ളൂ. ദാറ്റ് യു ആർ നോട്ട് സപ്പോസ് ടു ഫ്ലൈ ലോ. ആമേൻ താഴ്ന്ന് പറക്കാനല്ല നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറിച്ച് ആമേൻ ഈ പ്രശ്നങ്ങൾക്ക് മീതെ പറക്കാനാണ്. എന്നാൽ പറക്കാനുള്ള കഴിവ്, ഈ ഉയരത്തിലേക്ക് കയറാനുള്ള കഴിവ് നിനക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നിനക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചൂല് കയ്യിലെടുത്താണ്. ഡെഫിസിറ്റ് ആയിട്ട്, അതായത് 10 വേണ്ടിയെടുത്ത് 9 ഉള്ളൂ, അതുകൊണ്ടായി താഴ്ച. ഈ 10 കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് ഉയർന്നു പോകാമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? 10-ൽ 1, ചിലർക്ക് 2, ചിലർക്ക് 5, എനിക്കറിയത്തില്ല എത്രയാ നഷ്ടപ്പെട്ടു പോയത്. ഈ നഷ്ടമാണ് ആമേൻ നിന്നെ ഈ താഴേക്ക് കൊണ്ടുവന്നത്. ഇപ്പോ നീ, ആമേൻ സ്തോത്രം, ഈ ലോകവുമായിട്ട് നീ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് വളരെ വ്യത്യസ്തനൊന്നും അല്ല നീ. പക്ഷേ യു ആർ സപ്പോസ് ടു ഫ്ലൈ. ഈ നിന്നെ ഡിസൈൻ ചെയ്തതും വിളിച്ചതും ഇതിന് മുകളിൽ പറക്കാനാണ്. അതിനാവശ്യമുള്ളതെല്ലാം ദൈവം നിനക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഒരു സ്പിരിറ്റ് ഓഫ് അർജൻസി ഉണ്ടാകട്ടെ. അർജന്റാന്ന് പറ. ആമേൻ, അർജന്റാന്ന് പറ. എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറ. ഞാനത് അന്വേഷിക്കുകയാണെന്ന് പറ. ആമേൻ, അത് കിട്ടുന്നത് വരെ ആ ഹൈറ്റിലേക്ക് കയറാൻ, ആ ഡിസൈൻഡ് ആയിട്ടുള്ള, ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡിലേക്ക് ഇന്ന് രാത്രി ഞാൻ കയറുന്നതിൽ നിന്ന്, ആമേൻ സ്തോത്രം, എനിക്ക് വന്ന ഏത് കുറവായാലും ആ കുറവിനെ ഞാൻ കണ്ടെത്തി ഇന്ന് രാത്രി ദൈവാത്മാവിനെ തുണയോടുകൂടി അതിനെ പരിഹരിക്കുമെന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാൻ എനിക്കും നിനക്കും കഴിയുമെങ്കിൽ, ആമേൻ, യു ക്യാൻ ഫ്ലൈ ഹൈ, യു ക്യാൻ കം ബാക്ക് ടു യുവർ ആക്ച്വൽ പൊസിഷൻ. ആമേൻ, നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന, നിന്നെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന, നിന്നെ ഡെസ്റ്റൈൻഡ് ആയിട്ട്, ആമേൻ, ഡിവൈൻ ആയിട്ടുള്ള ആ പർപ്പസിലേക്ക്, ആമേൻ സ്തോത്രം, നിനക്ക് ഇന്ന് രാത്രി മടങ്ങി വരുവാൻ കഴിയുമെന്ന് സഭയെ ദൈവാത്മാവ് നിന്നോട് ആലോചന പറയുമ്പോൾ ഇന്ന് രാത്രി ആ സ്പിരിറ്റ് ഓഫ് അർജൻസി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുവാനുള്ള ആമേൻ ഒരു ആത്മദാഹം ഉണ്ടാകട്ടെ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ഇഫ് യു നോട്ട് ഫെയിൻഡ്, ആമേൻ സ്തോത്രം, നീ തളർന്നു പോകാഞ്ഞാൽ ആമേൻ തക്ക സമയത്ത് കൊയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തളർച്ചയൊന്ന് മാറ്റിക്കാട്ട, ക്ഷീണമൊന്ന് മാറ്റിക്കാട്ട, ആമേൻ സ്തോത്രം, സന്തോഷിക്കുവാനുള്ള സാഹചര്യം അവൻ മുന്നിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് രാത്രി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഇത് കൂട്ടുകാരോടുകൂടി സന്തോഷിക്കേണ്ട സാഹചര്യമല്ല, സ്നേഹിതന്മാരോടുകൂടി സന്തോഷിക്കേണ്ട സാഹചര്യമല്ല, അവൻ പുറത്തിറങ്ങി നടക്കേണ്ടുന്ന സാഹചര്യമല്ല. ഒറ്റയ്ക്ക് നിന്റെ മുറിക്കകത്ത് ഇന്ന് രാത്രി കയറിയിട്ട് നിന്റെ കയ്യിൽ വിളക്കുണ്ടായിരിക്കട്ടെ, നിന്റെ കയ്യിൽ ചൂലുണ്ടായിരിക്കട്ടെ. നിനക്ക് ആത്മീയ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം നിനക്ക് നൽകിയ ആത്മീക നന്മകളിൽ, ആമേൻ, ആ നല്ല ദാനങ്ങളിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ ഇന്ന് രാത്രി അത് ആമേൻ കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുവാനുള്ള ഒരു ത്വരയുണ്ടായിട്ട് ഇന്ന് രാത്രി അത് അന്വേഷിച്ചു തുടങ്ങിയാട്ട് അത് കണ്ടെത്തുന്നത് വരെയും ആമേൻ നീ ഒറ്റയ്ക്കായിരിക്ക. ആമേൻ, നിനക്കൊരു തുണയുടെ ആവശ്യമില്ല. ആമേൻ, നിനക്ക് സ്നേഹിതന്മാർ വേണ്ട, നിനക്ക് കൂട്ടുകാർ വേണ്ട, ആമേൻ, നിനക്ക് മറ്റുള്ളവർ വേണ്ട. ഒറ്റയ്ക്ക് ഇന്ന് രാത്രി നിന്റെ മുറിക്കകത്ത് ആമേൻ കടകടച്ചിട്ട് ദൈവസന്നിധിയിൽ ആമേൻ നിലമ്പാട് വീഴുന്ന അവസരങ്ങൾ, ആമേൻ സ്തോത്രം, സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിലമ്പാട് വീണിട്ട് കർത്താവിനോട്
ദൈവത്തോട് പറ, കർത്താവെ നഷ്ടപ്പെട്ടു പോയി, ഞാൻ അന്വേഷിക്കുകയാ ഈ സമയം മുതൽ. ആമേൻ, സ്തോത്രം. വിളക്കെന്റെ കയ്യിലുണ്ട്, ചൂലന്റെ കയ്യിലുണ്ട്, ആഗ്രഹവും തീരുമാനവും എന്റെ ഹൃദയത്തിലുണ്ട്. അത് കണ്ടെത്തുന്നത് വരെയും ഞാൻ അന്വേഷിക്കുകയാണ്. എന്നാൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ സഹോദരി സഹോദര, നിനക്ക് കൂട്ടുകാരോടും അയൽക്കാരത്തികളോടും സ്നേഹിതരോടുമൊപ്പം സന്തോഷിക്കുവാൻ ആമേൻ വകയുണ്ട്. സാഹചര്യം മുമ്പിലുണ്ടാകിയാൽ ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, ആ സന്തോഷത്തെ ഓർത്ത് അന്വേഷിക്കുക, കണ്ടെത്തുക. നിന്നയുടെ സാഹചര്യങ്ങൾ നീങ്ങട്ടെ, കുറവിന്റെ സാഹചര്യങ്ങൾ നീങ്ങട്ടെ, എല്ലാ ഡെഫിസിറ്റ് കണ്ടീഷനും യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അഭിഷക്തൻ എന്ന അധികാരത്തിൽ ഞാൻ ഈ സഭയിൽ നിന്ന് ആമേൻ ക്യാൻസൽ ചെയ്ത് മാറ്റുന്നു. ആമേൻ, ഇന്ന് രാത്രി കർത്താവെ, അടിയങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ശരണപ്പെടുന്നു. അടിയങ്ങളെ തന്നെ താഴ്ത്തുന്നു. നഷ്ടപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ സൂക്ഷ്മത കുറവ് കൊണ്ടോ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ ആമേൻ, സ്തോത്രം, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവിക ദാനമായി നീ തന്നിരുന്ന പലതിനെയും ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഞങ്ങളുടെ കുറവിനെ ഇന്ന് രാത്രി കർത്താവെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആമേൻ അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ആഗ്രഹത്തോടെ നിന്റെ പാദപീഠം ചേർന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രശ്നങ്ങളിൽ പെട്ട് നീറുന്നവരായിട്ടല്ല, ഞരങ്ങുന്നവരായിട്ടല്ല, പിറുപിറുക്കുന്നവരായിട്ടല്ല, മറിച്ച് ആമേൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപയിൽ ആശ്രയിച്ച ആമേൻ, സ്തോത്രം, കണ്ടെത്തിയവരുടെ അനുഭവത്തിൽ, ആമേൻ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആമേൻ, സ്തോത്രം, അനുഭവത്തിൽ, ആമേൻ യഥാസ്ഥാനത്വത്തിന്റെ അനുഭവത്തിൽ, അതിനു മീതെ ദൈവിക കൃപയ്ക്കൊത്തവണ്ണം പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് പറക്കുവാൻ ഇന്ന് രാത്രി ആമേൻ ഈ ശുശ്രൂഷ അനുഭവിച്ച നിങ്ങളെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്തോത്രം. വചനം ആമേൻ, സ്തോത്രം, ശുശ്രൂഷിപ്പാൻ ആമേൻ എനിക്ക് ലഭിച്ച ഈ സാഹചര്യത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ക്ഷണിച്ച ദൈവസഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ വചനങ്ങളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.